ഒരു കള്ളന് വേണ്ടി കട്ടയെറിഞ്ഞ് കേന്ദ്രസേനയെ കൊലപ്പെടുത്തുവാൻ പോകുന്ന അക്രമ സംഘത്തോടാണ്. കള്ളൻ ഒരു പക്ഷേ സംഘപരിവാറുമായിട്ടുള്ള രഹസ്യബന്ധത്തിന്റെ പേരിൽ മുട്ടിലിഴഞ്ഞോ കുമ്പിട്ട് നിന്നോ ആ കേസിൽ നൂല് പോരുമായിരിക്കാം. പക്ഷേ കേന്ദ്രസേനയെ കട്ടയെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ ഓരോ അക്രമ സംഘത്തിലെ അംഗങ്ങളും അഴിയണമെന്നുള്ള കാര്യം കട്ടായമാണ്. ഇന്ന് രാവിലെ വിജയന്റെ വീട്ടിലും വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിലും വീണ വിജയന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം റെയ്ഡ് നടക്കുന്നതിന്റെ പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര വലിയ അക്രമ അഴിഞ്ഞാട്ട അരാജകത്വമാണ് CPM അക്രമ സംഘം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവരെ സംബന്ധിച്ച് അവർ കാണുന്നത് ഒരു മാതൃകാപരമായ ഒരു രക്ഷാപ്രവർത്തനമായിട്ടാണ് കാണുന്നത്. നമ്മൾക്കിതൊക്കെ അക്രമമായിരിക്കും. അക്രമങ്ങൾ കാണിക്കുന്നത് മുഴുവൻ UDF അല്ലേ, അതാണ് അവരുടെ ക്യാപ്സൂളേക്കാളും. സാധാരണഗതിയിൽ വിജയൻ പറയാറുണ്ട്, എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന്. വഴിയിൽ ഭയമില്ലാത്ത ആള് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തല്ലേ ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. മടിയിൽ കരമില്ല, ഈ കൈകൾ ശുദ്ധമാണ്, കൈകൾ ശുദ്ധമാണ്, കാലുകൾ ശുദ്ധമാണ്, പക്ഷെ മനസ്സ് ശുദ്ധമാണോ? ഇങ്ങനെ കൊട്ടേഷൻ സംഘത്തെ ഇറക്കിവിട്ട് അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് ഇനിയും കേരളത്തിൽ ഇതുവരെ ബോധ്യമായിട്ടില്ലാത്ത, ഈ നാട്ടിൽ അന്വേഷണ ഏജൻസിക്ക് ബോധ്യമായിട്ടുള്ള ഒരു ചോദ്യം ഇന്ന് വിജയന് വേണ്ടി ആക്രമിക്കാൻ റോഡിലേക്ക് ഇറങ്ങിയ അക്രമ സംഘത്തോട് ചോദിക്കുന്നു. നിങ്ങൾക്കെങ്കിലും പറഞ്ഞു തരാമോ, എന്തിനു വേണ്ടിയിട്ടാണ് വിജയന്റെ മകൾ വീണ വിജയന് കരിമണൽ കർത്തയെ പോലെ ഷെയ്ഡി ക്യാരക്ടറുള്ള ഒരു വ്യക്തി 1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്? എന്ത് സേവനം ചെയ്തതിന്റെ പേരിലാണ് വീണ വിജയൻ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരിമണൽ കർത്ത മാസപ്പടി കൊടുക്കുന്നതെന്ന് നിങ്ങളെങ്കിലും പറഞ്ഞുതരാം. നിങ്ങൾ സമരവുമായി ഇറങ്ങുന്ന അവർക്ക് കിട്ടിയിരിക്കുന്ന ക്യാപ്സൂൾ എന്താണെന്ന് വെച്ചാൽ VD സതീശൻ ഭരണത്തിൽ കയറി അപ്പം തന്നെ UDFും VD സതീശനും പിണറായിക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നു. സത്യസന്ധമായ മുഖ്യമന്ത്രിനെ കൈതേക്കാനായിട്ടല്ലേ ഈ തോന്നിയ കളിക്കുന്നത്? ജനങ്ങൾ ആരാധിക്കുന്ന നിരവധി CPM നേതാക്കളുണ്ട്. ആ നേതാക്കളെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മോഡിയുടെ നേതൃത്വത്തിലുള്ള സതീശന്റെ നേതൃത്വത്തിലുള്ള UDF ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ്. ഈ തിരക്കഥയ്ക്ക് മുമ്പിൽ ജനങ്ങൾ ഒരു തരത്തിൽ മുട്ടുമടക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സമരത്തിലൂടെ ജനങ്ങൾ വികാരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ കയറിയിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ സീറ്റിലാണ് VD സതീശൻ കളിക്കുന്നെങ്കിൽ കേരളം കത്തിക്കൽ ഇവിടെ ചെയ്യുന്നത്. ഉറപ്പായിട്ടും പിണറായി വിജയന്റെ വീട്ടിലോ ഈ രീതിയിലേക്ക് കളിക്കാൻ വരികയാണെങ്കിൽ VD സതീശൻ നല്ല രീതിയിൽ VD സതീശൻ അങ്ങ് ചെന്നിട്ട് EDയെ വിളിച്ചു വരുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പോയി പിടിയടാ പിണറായി വിജയനെ. അയാളും VDയും തമ്മിൽ എന്ത് ബന്ധം? കേന്ദ്ര ഏജൻസിയാണ് ED. ക്യാപ്സൂൾ കൊടുക്കുന്നവനോ ബോധമില്ല, എന്നാൽ ക്യാപ്സൂൾ കഴിക്കുന്നവനെല്ലാം ബോധം വേണ്ടേ? അതുമില്ല. പിന്നെ മടിയിൽ ഖനമില്ലല്ലോ. മടിയിൽ ഖനയില്ലെന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കൂ. ചുമ്മാ അല്ല ജനം നിങ്ങളെ തോൽപ്പിച്ചത്. നിങ്ങൾ പരാജയ കാരണം തേടി നടക്കുമല്ലേ? ഇതൊക്കെ തന്നെയാണ് പരാജയ കാരണം. ക്യാപ്സൂൾ കഴിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കുന്നത്. ആ പ്രസ്ഥാനത്തിന് പറ്റിയ പേര് ക്യാപ്സൂൾ പാർട്ടി എന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ നിങ്ങൾ ക്യാപ്സൂൾസ് വാട്സപ്പ് വഴി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഇതിങ്ങനെ മേടിച്ചെടുക്കുക, വായിലോട്ടിടുക, വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങുക. എന്നാൽ ഈ കിട്ടുന്ന ക്യാപ്സൂൾ ഒന്ന് നോക്കി, ഇതെന്ത് ക്യാപ്സൂളാണ്? ഇതെനിക്ക് കഴിക്കാൻ പറ്റുന്നതാണോ? ഇതിലെന്താണ് കൊടുത്തിരിക്കുന്നത്? ഇതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ കറക്റ്റാണോ? ഓ ഇത് ശരിയല്ലല്ലോ, ഇത് ഞാൻ കഴിക്കേണ്ട ആവശ്യമില്ല, സോറി സുഹൃത്തെ എനിക്ക് വേണ്ട, എന്നാ പിടിച്ചോ, വേറെ ക്യാപ്സൂൾ വല്ലതും ഉണ്ടോ? ഇതും പ്രശ്നമാണല്ലോ, എനിക്ക് നിങ്ങളുടെ ക്യാപ്സൂൾ വേണം, എനിക്ക് സത്യമാണ് അറിയേണ്ടത് എന്ന് ചോദിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്സൂൾ കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ മൊബൈലെടുത്ത് ഈ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക. ഈ പറഞ്ഞ തെറ്റാണല്ലോ, ശരിയല്ലോ, ചോദിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലല്ലോ, അത് ചോദിക്കാനുള്ള ബോധമുണ്ടോ? ഇല്ല. ഇത് മേടിക്കുക, കഴിക്കുക, വെള്ളം തൊടാതെ വിഴുങ്ങുക. എന്ത് ജീവിതമാണ്! ഒരു പ്രത്യേകതരം ജീവിതം, ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകതരം ജീവിതം അല്ലേ? ഫണ്ണി പാർട്ടിയാണ് സത്യം പറഞ്ഞാൽ, ഫണ്ണി പാർട്ടി. അടുത്ത ഇലക്ഷന് മിക്കവാറും BJPക്ക് നല്ലൊരു പ്രവർത്തകരെ കിട്ടാൻ സാധ്യതയുണ്ട്. BJP ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സീറ്റൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അടുത്ത പ്രാവശ്യം ഒരു പ്രതിപക്ഷ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ LDF പ്രസ്ഥാനം ഇവരെല്ലാം കൂടി അങ്ങ് അടച്ച് പൂട്ടും ഈ ഗതിയാണെന്നുണ്ടെങ്കിൽ. ഈ പ്രസ്ഥാനം നശിച്ചു പോകുന്നത് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. സാധാരണക്കാരുടെ പ്രസ്ഥാനമാണ്. പക്ഷേ ഈ പ്രസ്ഥാനം ഇന്നിപ്പം സത്യമില്ലാത്ത പ്രസ്ഥാനവും സാധാരണക്കാരുടെ പ്രസ്ഥാനവും അല്ല. ഇത് മുതലാളിത്തത്തിന്റെ പ്രസ്ഥാനമാണ്, ക്യാപ്സൂൾ പ്രസ്ഥാനമാണ്. രാവിലെ പറഞ്ഞ കാര്യം ഉച്ചയ്ക്ക് മാറ്റിപ്പറയും, ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യം വൈകുന്നേരം മാറ്റിപ്പറയും, വൈകുന്നേരം പറഞ്ഞ കാര്യം അർദ്ധരാത്രി മാറ്റിപ്പറയും, അർദ്ധരാത്രി പറഞ്ഞ കാര്യം നേരം വെളുക്കും മാറ്റിപ്പറയും. ഇങ്ങനെ മാറ്റിപ്പറഞ്ഞ് കളിക്കുന്ന ഒരു പ്രസ്ഥാനം ക്യാപ്സൂൾ പാർട്ടി, അതാണ് കറക്റ്റ് പേര്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച എത്രയോ പേര്, മരിച്ചത് എത്രയോ പേര്, അവരെയൊക്കെ മറന്നിട്ട് ഇന്നിപ്പോൾ ഈ പ്രസ്ഥാനം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ഇന്നിപ്പോൾ ഈ അമ്പലങ്ങളിലൊക്കെ എല്ലാവരും നെഞ്ചു വിരിച്ചു പോയി നിന്ന് ജാതി മതഭേദമില്ലാതെ നിൽക്കുന്നതും ഒക്കെ ഈ പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട്. തൊഴിലാളികൾ നെഞ്ചു വിരിച്ച് നിൽക്കാൻ പഠിപ്പിച്ച ആരാണ്? ഈ പ്രസ്ഥാനമാണ്. പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജി മൊത്തം തിരുത്തി എഴുതി നുണയുടെ പ്രസ്ഥാനമാക്കി മാറ്റി, തെറ്റിന്റെ പ്രസ്ഥാനമാക്കി മാറ്റി, അക്രമത്തിന്റെ പ്രസ്ഥാനമാക്കി മാറ്റി. ഇന്നിപ്പം ഈ കമ്മ്യൂണിസം ഉണ്ടോ? ഇന്നിപ്പോൾ ഈ ഇലക്ഷന് പൊട്ടിപ്പോയിട്ടും എന്താണ് പൊട്ടിയതെന്ന് അറിയാൻ വേണ്ടി ഒരു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓട്ടി നടക്കുക, വെടികൊണ്ട, അത് തന്നെ. CPM അക്രമ സംഘത്തിലെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ജയിലിൽ കിടക്കും,
നിങ്ങളുടെ അമ്മമാർ കണ്ണീര് കുടിക്കും മക്കളെ കുറിച്ചും. പക്ഷേ വിജയൻ എപ്പോഴും സ്വന്തം മക്കളെ വളരെ സേഫ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂത്ത മകനെ വിദേശത്ത് ഒരു കമ്പനിയിൽ വളരെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ശമ്പളവും അതിലേറെ കിമ്പളവും കിട്ടുന്നുണ്ട്. മകൾക്ക് മാസപ്പടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ജയിലിൽ ഗോതമ്പുണ്ട ഇപ്പോൾ ഇല്ല, ചപ്പാത്തി മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകണം. വിഷമിക്കുന്ന നിങ്ങളുടെ കുടുംബമായിരിക്കും എന്നുള്ള ബോധം ഇങ്ങനെ കട്ടേറി ഞാളെ കൊല്ലാനായിട്ട് ഉണ്ടാകണം. ഇന്ന് കണ്ട വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയുണ്ട്. റെയ്ഡ് നടത്തുന്നതിന്റെ പേരിൽ ഇഡി സംഘം അവർക്കിപ്പം ചപ്പാത്തി കിട്ടിയാലും മതി. അതാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്, അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ എന്താണോ അത് ഇങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി നടക്കുക, ഈ പാർട്ടിക്ക് വേണ്ടി ക്യാപ്സൂൾസ് വിഴുങ്ങുക, ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുക, ഇടിക്കുക, അവരെന്താ പറയുന്നത് അതങ്ങ് ഏറ്റെടുത്തേക്കുക. ഇനി ചെയ്യാത്ത കാര്യമാണെങ്കിൽ പോലും ഏറ്റെടുക്കാൻ ഇവർ തയ്യാറാണ്. ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി. അവരുടെ മൈൻഡ് സെറ്റ് അഡിക്റ്റഡ് ആയിപ്പോയി. ഇനി അത് മാറ്റിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ചിന്തിക്കണം. താൻ എന്തിനാണ് ജീവിക്കുന്നത്, താൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, താൻ ഈ ചെയ്യുന്നതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചിന്തിക്കാനുള്ള വിവേചനം അതൊക്കെ വരുമോ? ഇല്ല. കാരണം ദേ ആർ ഓൾവേസ് ക്യാപ്സൂൾ എടുക്കുക, കഴിക്കുക. ക്യാപ്സൂൾ പാർട്ടി. എന്തിനാണ് വീണ വിജയൻ മാസപ്പടി മേടിച്ചത് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ബഹുമാനായ മുഖ്യമന്ത്രി, ഇന്നും അവർ മുഖ്യമന്ത്രി തന്നെ പറയുന്നത്, ഞങ്ങളുടെ ബഹുമാനായ പിണറായി വിജയൻ സഖാവിൻ്റെ മകൾ വീണ തൈക്കണ്ടി മാസപ്പടി മേടിച്ചു. എന്തേ കുഴപ്പം? അദ്ദേഹത്തിന്റെ മകളായോണ്ടാണോ നിങ്ങൾ വേട്ടയാടുന്നത്? വീണ തൈക്കണ്ടിയുടെ അച്ഛനായോണ്ടാണോ നിങ്ങൾ വേട്ടയാടുന്നത്? ഈ പ്രസ്ഥാനം ആരുടെ മുമ്പിൽ തോക്കില്ല. ഈ പ്രസ്ഥാനത്തെ തൊട്ടാൽ എടുത്തിട്ട് വന്നാണെന്ന് തോന്നുന്നു ഒരു ടാക്സി കാർ. ആ ടാക്സി കാറിന്റെ ചില്ലിലൊക്കെ കട്ടെറിയുകയാണ്. ആ വണ്ടി ഓടിക്കുന്ന സാധു മനുഷ്യൻ, പക്ഷേ അദ്ദേഹം ഈ ഉദ്യോഗസ്ഥമായിരിക്കും, ഏതെങ്കിലും ടാക്സി ഡ്രൈവർ ആയിരിക്കും. അയാൾ ജീവഭയത്താൽ അലമുറയിടുന്നത് നമ്മൾ വളരെ വേദനയോടുകൂടിയാണ് കണ്ടത്. കണ്ണൂരിലും തിരുവനന്തപുരത്തും കാസർഗോഡ് തിരുവനന്തപുരം വരെ എല്ലാ പ്രദേശത്തും ഇങ്ങനെ അക്രമം അഴിച്ചു വിട്ടാൽ വിജയൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? വിജയനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ വർത്തമാനമൊന്നും പറയാതെ ലളിതമായി പറഞ്ഞാൽ മതി. എന്തിനാണ് കരിമണൽ കർത്ത 1.73 കോടി രൂപ വീണ വിജയന് കൊടുത്തത്? അത് പറഞ്ഞാൽ കേസ് തോന്നുന്നു കേരളം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് വിജയന്റെ കുടുംബത്തോടൊപ്പം നിൽക്കും. ഇതിനെ ഇക്കറ്റിയാണ് ഉടനെ രാഹുൽ ഗാന്ധിയുടെ കേസുമായിട്ട് വരികയാണ്. രാഹുൽ ഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. ശരി, അതൊന്നും അവർക്ക് അറിയാൻ വേണ്ട, അവരറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. അവർക്ക് ക്യാപ്സൂൾ കിട്ടുന്നുണ്ടോ ആ ക്യാപ്സൂൾ കഴിക്കുക. ഞങ്ങളുടെ പ്രസ്ഥാനം, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇപ്പൊ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണെങ്കിലും ഞങ്ങൾക്ക് അത് അറിയേണ്ട ആവശ്യം. ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നും. ഈ ഒരു മനോഭാവമായിട്ട് മുമ്പോട്ട് പോകുന്നത്. പിണറായി വിജയൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളെപ്പോലെയുള്ള UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, RSSന്റെ അച്ഛാനം വാങ്ങുന്നവർ, ഇത് കേരളമാണ്, ഇങ്ങനെ കുറെ ഡയലോഗും പറഞ്ഞ് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അവർക്കൊന്നും അറിയണ്ട. ഇതിനെക്കുറിച്ച് കഴിഞ്ഞാൽ അവരാദ്യം പറഞ്ഞെന്ന് അറിയാമോ? നിന്റെ അതേ അവർ പറയുള്ളൂ. സ്ത്രീ സുരക്ഷ, സ്ത്രീകളുടെ ഐക്യം, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുകയും ചെയ്യും. പക്ഷെ മാറുകയെന്ന് നമ്മളെന്തൊരു അഭിപ്രായം പറഞ്ഞാൽ തള്ളക്കി വിളിക്കും. ഈ തള്ളയാരാണ്? ഒരു സ്ത്രീയല്ലേ. ഒരാളൊരു അഭിപ്രായം പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിക്കാം. അവിടെ തള്ളയ്ക്കും തന്തയ്ക്കും എന്തിനാണ് വിളിക്കുന്നത്? രോഗബാധിതയായ ശ്രീമതി സോണിയാഗാന്ധി ചോദിച്ചിട്ടുണ്ട്, അത് ശരിയാ. പക്ഷെ അതൊന്നും കരിമണൽ കർത്തയുടെ പേര് കയ്യിൽ നിന്ന് മാസപ്പടി കൈക്കൂലി വാങ്ങിയ കേസിലല്ല അവരെ ചോദിച്ചിരുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലായിരുന്നു. പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരും വേട്ടയാടുമ്പോൾ വിജയന് വലിയ സംരക്ഷണമായിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് നടന്ന റെയ്ഡ് പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടലെ തുടർന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇഡിയോട് റെയ്ഡ് നടത്തുവാൻ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ നടത്തുന്ന റെയ്ഡിനെ ഇങ്ങനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോയാൽ അല്ലേ ഹൈക്കോടതിയുടെ വിധി വന്നത്? അതനുസരിച്ചല്ലേ ഇഡി ഇങ്ങോട്ട് വന്നതും ഈ സെർച്ച് നടത്തിയതും. പക്ഷേ ഇതൊന്നും അവർക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. വി ഡി സതീശൻ നരേന്ദ്രമോദിയെ പോയി കണ്ട്, എന്നിട്ട് വി ഡി സതീശൻ നരേന്ദ്രമോദിയോട് പറഞ്ഞു, പിണറായി വിജയനെ പിടിക്കാൻ ഇഡിയെ വിട്. അതനുസരിച്ച് ഇഡി ഇവിടെ വരുന്നു, പിണറായി വിജയന്റെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തുന്നു. കുറച്ചൊക്കെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചു. ചെന്നിത്തലയുടെ പോലീസിനെയും കൊണ്ട് ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ടോ, ഞങ്ങൾ ഒതുങ്ങില്ല. ഈ പ്രസ്ഥാനത്തിലുള്ള എല്ലാവരും ഇങ്ങനെയുള്ള ആണോ? ആരും ഇല്ലേ? ബോധവും വെളിവുള്ള ആരും ഇല്ലേ? മനസ്സിലാകുന്നില്ല. കഷ്ടമുണ്ട് ഒരു പ്രസ്ഥാനം ഇങ്ങനെ. ഈ കേരളത്തിൽ ലാസ്റ്റ് 5 വർഷം പിണറായി വിജയൻ താങ്കൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? പൊതുജനത്തോട് നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന മനോഭാവം എന്തായിരുന്നു? നിങ്ങളും നിങ്ങളുടെ പ്രസ്ഥാനവും നിങ്ങളുടെ ആൾക്കാരും മന്ത്രിമാരും കാണിച്ചു കൂട്ടിയിരിക്കുന്ന എന്തൊക്കെയാണ്? നിങ്ങൾ പറഞ്ഞില്ല വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന്. വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് കേട്ടത് എനിക്ക് തോന്നുന്നത് ഈ ഇഡി എന്ന് തോന്നുന്നു. അതാണ് ഇഡി ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്താണേലും ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ കാണിച്ചതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും. ഇത് കേരള പോലീസിനോട് നിങ്ങൾ ഹർത്താലിനും വല്ല സമരം ചെയ്യുമ്പോഴൊക്കെ കാണിക്കുന്ന പോലല്ല. ഇത് സെൻട്രൽ മിനിസ്ട്രിയാണ്. അവിടെ നിന്നുള്ള പണി എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഈ ആവേശം മൂത്ത് ഇങ്ങനെ കയറിയിട്ട് അങ്ങ് അടിച്ച് പൊളിക്കും. ഒരു ചേട്ടനാണെന്നുണ്ടെങ്കിൽ എന്തോ സാധനം ഇവിടെ അങ്ങ് വെച്ചിരിക്കുകയാണ്. എന്തോ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ നിന്ന് വരുവാണ്. അപ്പം എന്തോ കയ്യിലുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഗ്ലാസിൻ്റെ ആ ഫ്രണ്ട് നോക്കി എനിക്ക് തോന്നുന്നത് എന്തോ ഒരു അള്ളു പോലെ എന്തോ ഒരു ഐറ്റം വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് പൊട്ടണമെന്നുണ്ടെങ്കിൽ ഷാർപ്പ് എഡ്ജ് ഉള്ള ഒരു എന്തെങ്കിലും ഐറ്റം വേണം. അപ്പം എന്തോ ഒരു സാധനം അവിടെ ഉണ്ട് അതിന് പറ്റിയ. അതുകൊണ്ട് പോയി കറക്റ്റ് അങ്ങ് അടിച്ചപ്പോൾ ആ ഗ്ലാസ് അങ്ങ് ചെതറി. പിന്നീട് ഇഷ്ടിയ കട്ട എടുത്ത് ഇടിച്ചങ്ങ് പൊളിക്കുവാണ്. വേറൊരു സഹോദരനെ കാല് മടക്കി ഈ സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ടൊക്കെ അടിയെന്ന് പറഞ്ഞാൽ ഡ്രൈവറിൻ്റെ സൈഡിലോട്ട് അടിച്ച് പൊളിക്കുവാണ് കാല് മടക്കി.
എന്തൊക്കെയാണോ കാണിക്കുന്നത്? 2026 ജീവിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിൽ ഈ അക്രമം ഇതുപോലെ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ SFIയുടെയും മറ്റവരുടെയും പ്രകടനം കാണാൻ മനുഷ്യന് പ്രാന്തളകുന്ന രീതിയാണ്. ഇതിനെ ന്യായീകരിച്ച് റഹീമിന്റെ ഡയലോഗ് ഭയങ്കര നാടകീയത. റഹീമിന്റെ നാടകം സഹിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത ആളിന്റെ നാടകം ശിവപ്രസാദ് ശുപ്രപതാക. പോലീസുകാരന്റെ കൈ മീമണം വരുന്നുണ്ട്. പോലീസുകാരന്റെ കൈ മീമണം തന്നെയാണോ വേറെ വല്ല മണമാണെന്ന് നോക്കി എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്? ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് VD സതീശൻ അവിടെ പോയി. പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാനും മീഡിയ വന്നിട്ട് അതിന് അഭിപ്രായം പുള്ളി കൊടുത്തിട്ടുമില്ല. രമേശ് ചെന്നിത്തല എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു. ED ഇനി വെറുതെ ഇരിക്കുമോ? അത്ര ആ വണ്ടിയൊക്കെ തകർത്തിരിക്കുന്നത് ആ വണ്ടിയൊക്കെ EDയുടെ വണ്ടിയല്ല. അതൊക്കെ ടാക്സി എടുത്തിരിക്കുന്നത് സാധാരണക്കാരുടെ വണ്ടിയാണ്. സാധാരണക്കാരുടെ പ്രസ്ഥാനം, സാധാരണക്കാരുടെ അന്നത്തിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഇരുന്ന് എത്ര പേർക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. ഈ അക്കൗണ്ട് വീഡിയോസ് ആയതുകൊണ്ട് ഇവർ പറയും ഈ വീഡിയോ കണ്ടതെല്ലാം മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആന്ന് ഗോവിന്ദമാഷൻ കൂട്ടർ ഇപ്പോഴങ്ങ് പറയും. KM മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് നടന്ന കാര്യം ശിവൻകുട്ടിയും കൂട്ടിനും പോയത് അങ്ങനെ നടന്നിട്ടില്ല. അതല്ല ആണ്. ശിവൻകുട്ടി അതിന്റെ മുകളിൽ കയറിയൊക്കെ ആണ്. ഇന്നിപ്പം പിണറായി വിജയന്റെ അവിടെ ED വന്നത് ആണോ? ഇവരെ സംബന്ധിച്ച് ഒരു അത് ആണ്. വീണ തൈക്കണ്ടി മാസപ്പടി കൈപ്പറ്റിയിരിക്കുന്നതും ആണ്. ഈ കേരളത്തിൽ VD സതീശൻ ഭരിക്കുന്നതും ആണ്. ഒക്കെ നിങ്ങൾ കാണുന്നല്ലേ. ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നതും ആണ്. രാഹുൽ മാങ്കൂട്ടൻ കുറച്ച് മുമ്പ് വീഡിയോ വന്ന് സംസാരിച്ചതും അതും ആണ്. നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്സൂൾ കഴിക്കാം. നല്ല കിടലൻ ക്യാപ്സൂളാണ്, കഴിച്ചോളൂ.